ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെസ്നട്ട് മാൻ എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ കഥയാണ് പറയുന്നത്. ഈ എപ്പിസോഡിൻ്റെ തുടക്കം കാണിക്കുന്നത് ഹെസ് ക്രിസ്റ്റീൻ്റെ കേസ് ഫയൽ ലാപ്ടോപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലിനസ് ബെക്കർ എന്നൊരാളെ അന്നത്തെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. അയാളുടെ കൺഫെഷൻ റെക്കോർഡിംഗ് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നത് സംഭവം നടന്ന അന്ന് അയാൾ ഒരു ഡ്രൈവിന് പോയതാണ്. അപ്പോഴാണ് ഈ കുട്ടിയെ സൈക്കിളുമായി നിൽക്കണം കണ്ടത്. വേഗം തന്നെ അതിനെ കാറിലേക്ക് വലിച്ചു കയറ്റി തട്ടിക്കൊണ്ടുപോയി. കാറിലുണ്ടായിരുന്ന വലിയൊരു മാഷറ്റ് പോലത്തെ കത്തി ഉപയോഗിച്ച് അതിൻ്റെ ബോഡി മുറിച്ചിട്ട് നോർത്ത് സൈഡ് വുഡ്സിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അപ്പോൾ പോലീസുകാർ ചോദിക്കുന്നുണ്ട് ആ സ്ഥലം കാണിച്ചു തരാമോ എന്ന്. അപ്പോൾ അയാൾ പറയും എനിക്കത് അത്ര വ്യക്തമായിട്ട് ഓർമ്മയില്ല. പിന്നെ കാണിക്കുന്നത് ആനിയാണ്. ഈ ആനിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ച ആ കേളി ഹെയർ ആയിട്ടുള്ള ലേഡി. കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ആനി അമ്മയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ പറയുന്നുണ്ട് നീ അയാളെ വിട്ട് പോരാൻ തീരുമാനിച്ചത് നന്നായി, വേഗം തന്നെ നിൻ്റെയും കുട്ടികളുടെയും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ. ആനിയും ഹസ്ബൻഡും തമ്മിൽ അത്ര നല്ല രസത്തിലൊന്നുമല്ല. ഫോൺ കഴിഞ്ഞ് ആനി അകത്ത് കയറുമ്പോൾ ബെഡ്റൂമിൻ്റെ ടേബിളിൽ ചെസ്നട്ട് മാൻ്റെ ഒരു ഫിഗറിന് ഇരിപ്പുണ്ടാവും. ഇത് എവിടെ നിന്ന് വന്നതെന്ന് ആലോചിച്ച് അതെടുത്ത് ഇങ്ങനെ നോക്കും. എന്നിട്ട് അവിടെ തന്നെ വെച്ചിട്ട് ആൾ അവിടെ നിന്ന് പോവും. അടുത്ത സീനിൽ കാണിക്കുന്നത് തുളിൻ ലോറയുടെ പാർട്ട്ണർ ഹാൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ അയാളുടെ ലോയറും കൂടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചോദ്യം ചെയ്തിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ലോയർ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാമല്ലോ എന്ന്. അപ്പോൾ തുളിയും പറയും ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, അത് പോലീസ് സീൽ ചെയ്തേക്കാണ്, കുറച്ചും കൂടി ക്ഷമിക്കുക. ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് അവരവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് തുളിൻ ഓഫീസിലിരിക്കുമ്പോൾ ഹെസ് വേഗം തന്നെ വന്നിട്ട് പറയും എനിക്കൊരു കാര്യം കാണിച്ചു തരാനുണ്ടെന്നും പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ കൂടെ ഫോറൻസിക്കിൻ്റെ ഹെഡ് ജെൻസും ഉണ്ട്. ഹെസ് പറയും ഞാൻ ക്രിസ്റ്റീൻ്റെ കേസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലെ റിപ്പോർട്ട് പ്രകാരം ലിനസ് ക്രിസ്റ്റീനെ കൊന്നത് വലിയൊരു മാഷറ്റ് ഉപയോഗിച്ചാണ്. ഇതും പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നൊരു വലിയ ചത്ത പന്നിയുടെ ബോഡി എടുക്കുകയാണ്. അപ്പോൾ ജെൻസ് പറയുന്നുണ്ട് അതെ, അയാൾ ഉപയോഗിച്ച വെപ്പൺ അയാളുടെ വീട്ടിലെ ഗാരാജിൽ നിന്ന് കിട്ടിയതായിരുന്നു. അതിൽ ക്രിസ്റ്റീൻ്റെ ബ്ലഡ് സാമ്പിൾസും ഉണ്ടായിരുന്നു. ഹെസ് ഈ പന്നിയെ തലകുത്തനെ കെട്ടിയിട്ടേക്കാണ്. ഹെസ് ഉപയോഗിച്ച പോലത്തെ ഒരു കത്തി എടുത്തിട്ട് ഈ പന്നിയെ വെട്ടിയിട്ട് ഒരു പീസ് മുറിച്ചതിടാണ്. എന്നിട്ട് പറയും ബോൺ ഐഡന്റിറ്റിയും തിക്നെസ്സും വെച്ച് നോക്കുമ്പോൾ ഒരു പന്നിയുടെ ശരീരം എന്ന് പറഞ്ഞാൽ 12 വയസ്സുള്ള കുട്ടിക്ക് മാച്ചാണ്. ഈ കത്തി കൊണ്ടുപോയി ആൾ കഴുകാണ്. എന്നിട്ട് നന്നായി തുടയ്ക്കും. ജെൻസിനോട് ഇതൊന്ന് മൈക്രോസ്കോപ്പിൽ കൂടി നോക്കാൻ പറയും. ഹെസ് പറയും നമ്മൾ എത്ര കഴുകി തുടച്ചാലും ഈ ബോണിൻ്റെ അവശിഷ്ടങ്ങൾ ആ കത്തിയിൽ നിന്ന് അങ്ങനെ പോകില്ല. അപ്പോൾ ജെൻസ് പറയുന്നുണ്ട് അത് ശരിയാണെന്ന്. അന്ന് ക്രിസ്റ്റീൻ്റെ ബ്ലഡ് സാമ്പിൾ മാത്രമേ കത്തിന്ന് കിട്ടിയുള്ളൂ, ബോണിൻ്റെ അവശിഷ്ടങ്ങളൊന്നും അതിലുണ്ടായിരുന്നില്ല. അതിനർത്ഥം അയാൾ ആ കുട്ടിയെ മുറിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ജെൻസ് പറയുന്നുണ്ട് അതിന് അയാൾ കുറ്റസമ്മതം നടത്തിയതല്ലേ. ഇവർക്ക് ആകെ കൺഫ്യൂഷൻ ആകും. അപ്പോൾ ഒരു ലേഡി വന്നിട്ട് പറയാണ് മരിച്ച ലോറയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെന്ന്. അവരത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച കുട്ടികൾ പാടിയ ചെസ്നട്ട് മാനെ കുറിച്ചുള്ള സോങ് ആയിരിക്കും അത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് റോസയും പിയയും കൂടി കാറിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ കാറിൽ ആരോ കൊലപാതകം എന്ന് എഴുതി വെച്ചേക്കാണ്. ഇത് കണ്ട് റോസ ഞെട്ടിപ്പോവും. അപ്പോഴേക്കും ഡ്രൈവർ ഓടി വരും. അയാൾ ഫുഡ് കഴിക്കാൻ പോയേക്കായിരുന്നു. അയാൾ പറയുന്നുണ്ട് ഇത്രയും നേരം ഞാനിവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പോയിട്ട് 5 മിനിറ്റ് ആയിട്ടുള്ളൂ. 3 പേരും ഇതാരാ എഴുതിയത് ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് ആനിയുടെ ഹസ്ബൻഡിനെയാണ്. അയാളൊരു മാളി നിന്നിട്ട് ആനിയെ വിളിക്കുകയാണ്. എനിക്ക് തെറ്റ് പറ്റി, എന്നോട് ക്ഷമിക്കണം, നമുക്ക് ഒരുമിച്ച് സംസാരിച്ചതെല്ലാം സോൾവ് ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോഴേക്കും അയാളുടെ മുന്നിൽ കൂടി ഒരു പെൺകുട്ടി പോകുന്നുണ്ടാവും. ഇയാൾ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് അവരുടെ പുറകെ പോയി അവരറിയാതെ അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പോലീസ് വന്നിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യും. അയാൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ അറസ്റ്റ് ചെയ്താലും ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ തുളിൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ലോറെ അറിയാമെന്ന്. അപ്പോൾ അയാൾ പറയും എനിക്കറിയില്ല. തുളിൻ പറയും നിങ്ങളുടെ ഫോണിൽ നിന്ന് ലോറയ്ക്കൊരു ഓഡിയോ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹെസ് അയാളുടെ ഫോൺ ചെക്ക് ചെയ്തിട്ട് പറയാണ് ഇയാളുടെ ഫോണിൽ ആ ഓഡിയോ ക്ലിപ്പൊന്നുമില്ല, പക്ഷെ ഒരുപാട് പെണ്ണുങ്ങളുടെ ഫോട്ടോ ഉണ്ട്. അവർ അയാളുടെ ബാഗ് പരിശോധിക്കുമ്പോൾ ലോറയുടെ പേരിൽ ഒരു പാഴ്സൽ കാണും. അത് തുറന്നു നോക്കുമ്പോൾ അതിൽ ലോറയുടെ വെട്ടിയെടുത്ത കൈപ്പത്തിയായിരിക്കും. അയാളെ അറസ്റ്റ് ചെയ്യാണ്. അപ്പോഴാണ് തുളിൻ അയാളുടെ ഫോണിൽ ആനിയുടെയും കുട്ടികളുടെയും ഫോട്ടോ കാണുന്നത്. അപ്പോൾ തുളിൻ ചോദിക്കും നിങ്ങളുടെ ഭാര്യ എവിടെയാണെന്ന്. അയാൾ പറയും വീട്ടിലുണ്ടാകും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആനിയാണ്. ആനി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പോവാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അകത്തുനിന്ന് എന്തോ ഒച്ച കേൾക്കണത്. അപ്പോൾ നമ്മളെ ഒരു ചെസ്നട്ട് മാൻ്റെ ഫിഗറും കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് തുളിൻ ആനിയുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ തുളിൻ എത്തുന്നതിന് മുമ്പേ തന്നെ അവിടെ പോലീസുകാർ വന്നിട്ടുണ്ട്. ഓഫീസർ പറയാണ് ഞങ്ങളിവിടെ വരുമ്പോൾ ആരുമില്ല, ഗാർഡനിലെ ഡോർ ഓപ്പൺ ചെയ്ത് കിടക്കുകയാണ്, അതുപോലെ മേളിൽ ഒരു പിടിവലി നടന്ന ലക്ഷണമൊക്കെ ഉണ്ട്. അവർക്ക് അവിടെ നിന്ന് ഒരു ചെസ്നട്ട് മാൻ്റെ ഫിഗറും കിട്ടുകയാണ്. അപ്പോഴേക്കും വേഗം തന്നെ ഡോഗ് സ്ക്വാഡിനെയൊക്കെ വരുത്തുന്നുണ്ട്. ഇവരുടെ വീടിന് ചുറ്റും കാടാണ്. എല്ലാവരും കൂടി അവിടെ ചെന്ന് നോക്കുകയാണ്. ഇതേ സമയം തന്നെ ആനി കാട്ടിലൂടെ ഓടുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ആനീനെ ഒരാൾ അടിച്ച് താഴേക്കിടുന്നതും.
എല്ലാവരും ആനിയുടെ പേരും വിളിച്ചിങ്ങനെ കാട്ടിലൂടെ നോക്കി നടക്കാണ്. അപ്പോഴാണ് ദൂരെ എന്തോ കണ്ട് തുളിൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആനിയെ കൊന്ന് മരത്തിൽ തല കുത്തനെ കെട്ടിയിട്ടേക്കാണ്. ഈ പ്രാവശ്യം ബോഡിയിൽ നിന്ന് 2 കൈപ്പത്തിയും വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു കണ്ണിൻ്റെ വശത്ത് ഒന്നുമില്ല. അപ്പോഴേക്കും ഫോറൻസിക്കാരും ബാക്കി ടീമൊക്കെ എത്തും. അവർ ആ ബോഡി കൊണ്ടുപോകാനുള്ള പ്രൊസീജിയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുളിൻ്റെ ബോസും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് തുളിൻ്റെ വീടാണ്. തുളിൻ വരാൻ വൈകിയത് കാരണം അച്ഛനാണെന്ന് കൊച്ചിനെ നോക്കാൻ വന്നേക്കണേ. അങ്ങേര് പറയുന്നുണ്ട് ഇന്ന് രാത്രി സ്കൂളിൽ ഹാലോവിൻ പാർട്ടി ഉണ്ട്, അതിനെങ്കിലും മറക്കാതെ വരണമെന്ന്. അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് പോലീസ് കോൺഫറൻസ് ആണ്. തുളിൻ കഴിഞ്ഞ 2 മർഡറിനെ കുറിച്ച് പറയാണ്. 2 പേരും 30 കഴിഞ്ഞിട്ടുള്ള ലേഡീസാണ്. അതുപോലെ ഷാർപ്പായ എന്തോ ഒരു വെപ്പൺ കൊണ്ട് കണ്ണിന് കിട്ടിയ അടി, ആ വെപ്പൺ കണ്ണ് തുളച്ച് ബ്രെയിനിലെത്തി, അതാണ് മരണകാരണം. ആദ്യത്തെ ആളുടെ 1 കൈപ്പത്തിയും രണ്ടാമത്തെ ആളുടെ 2 കൈപ്പത്തിയും വെട്ടിയെടുത്തിട്ടുണ്ട്. കില്ലറ് ലോറയുടെ കൈപ്പത്തിയും ആ ഫോണും അവരുടെ ഡോറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഒരു പാക്കേജിലാക്കിയിട്ട് ഡോറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. അതിനു മുമ്പ് ആ ഫോണിൽ നിന്ന് അയാൾ ലോറയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. പിന്നീട് ആ പാക്കേജ് ഡെലിവറി ബോയ് വന്നെടുത്തു. 2 വിക്ടിംസിനെയും കണക്ട് ചെയ്യാനായിട്ട് കോമൺ ആയിട്ട് ഒന്നുമില്ല. ഈ ചെസ്റ്റ്നട്ട് മാനിൻ്റെ ഫിഗറിനൊഴിച്ച് വേറെ ഒന്നുമില്ല. അതിലുള്ളത് ഈ ക്രിസ്ത്യൻ ഹാർട്ടിങ്സിൻ്റെ ഫിംഗർ പ്രിൻറ്റുമാണ്. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അപ്പം പോലീസുകാർ പരസ്പരം പറയുന്നുണ്ട്, ആ കുട്ടി അതിന് മരിച്ചതല്ലേ, പിന്നെ എങ്ങനെയാ? ഈ ചെസ്റ്റ്നട്ട് മാനിൻ്റെ പഴക്കറിയാൻ പറ്റണില്ല. അതിന് ആഴ്ചയോ വർഷങ്ങളോ പഴക്കം ഉണ്ടാകാം. അത് എങ്ങനെ പ്രിസർവ് ചെയ്യണമെന്നനുസരിച്ചിരിക്കും. അപ്പോൾ ഹെസ് പറയുന്നുണ്ട് നമുക്ക് ക്രിസ്റ്റിൻ്റെ കേസ് റീഓപ്പൺ ചെയ്യണം. 2 പ്രാവശ്യം ഫിംഗർ പ്രിൻറ്റ് വന്നെങ്കിൽ അത് കോയിൻസിഡൻസ് ആവാൻ വഴിയില്ല. ക്രിസ്റ്റിൻ്റെ കേസിൽ നമുക്കിടെ കൺക്ലൂഷൻ ചിലപ്പോൾ റോങ് ആയിരിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ചോദിക്കും, അപ്പോൾ എന്താ പറയണേ, ഞങ്ങൾ കേസ് മര്യാദയ്ക്ക് അന്വേഷിച്ചില്ല എന്നാണോ? അപ്പോൾ തുളിൻ്റെ ബോസും പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറയണേ, എന്തോ ഒരു സമയം എന്തോ ഒരു ആൾക്കാരുമാണോ ഇതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചതെന്നറിയാമോ? 24 മണിക്കൂർ എല്ലാവരും ഈ കേസിന് പുറകെയായിരുന്നു. മിനിസ്റ്ററുടെ മകളായതുകൊണ്ട് മീഡിയയും എല്ലാവരും ഈ കേസിൽ തന്നെയായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ ഹെസ് പറയുന്നുണ്ട് ഇനിയും കൊലപാതകങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നമുക്ക് ആ ഫാമിലി ഒന്നും കൂടി ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന്. അപ്പോൾ ബോസ് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ 2 പേരും പോകണ്ട, അത് ഞാൻ നോക്കിക്കോളാം. പുറത്തിറങ്ങിയിട്ട് ഹെസ് തുളിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ സപ്പോർട്ട് ചെയ്യാഞ്ഞെന്ന്. അപ്പോൾ തുളിയും പറയും, എന്തിനാ, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നീ ഇവിടെ നിന്ന് പോകും, പിന്നെ ഈ കേസിൻ്റെ ബാക്കി തപ്പി ഞാൻ നടക്കണം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആനിയുടെ ഹസ്ബൻഡ് എറിക്കിനെ ചോദ്യം ചെയ്യാണ്. അപ്പോൾ ലോറയുടെ പടം കാണിച്ചിട്ട് ചോദിക്കും, നിങ്ങൾക്കോ ആനിക്കോ ഇവരെ അറിയാമോ എന്ന്. അയാൾ പറയില്ല. തുളിൻ ചോദിക്കും, നിങ്ങളുടെ മദറിൻലോ പറഞ്ഞു ആനി നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ നിൽക്കായിരുന്നു എന്ന്, എന്താ കാരണം? അപ്പോൾ അയാൾ പറയും, എനിക്ക് വേറെ അഫയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഹെസ് ചോദിക്കും, നിങ്ങളുടെ ലിവിങ് റൂം പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് പഴയ ഒരു ഡ്രൈ ആയിട്ടുള്ള ബ്ലഡ് സാമ്പിൾ കിട്ടി, അതെന്താന്ന് ചോദിക്കും. അയാൾ പറയും, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മൂത്ത മോള് സോഫിയ ഒന്ന് വീണിരുന്നു. അപ്പോൾ മൂക്കും തോളിൻ്റെ എല്ലും ഒന്ന് പൊട്ടി. അത് കാരണം നാഷണൽ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നത്. തുളിൻ ഹെസനോട് പറയും, അവിടെയാണ് ലോറയുടെ മോൻ മാഗ്നസിനെയും ട്രീറ്റ് ചെയ്യണത്. അവർ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. ഈ 2 കുട്ടികളെയും ട്രീറ്റ് ചെയ്ത് ഡോക്ടറെ കാണും. ഡോക്ടർ പറയും, മാഗ്നസിനെ കുറച്ച് നാളായിട്ട് ഇവിടെ നോക്കുന്നുണ്ട്, സോഫിയയെ ഒരു ഫ്രാക്ചർ ആയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ തുളിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവരെയും നല്ല ഓർമ്മയാണല്ലോ എന്ന്. ഹെസ് ചോദിക്കും, ഈ പാരൻസിന് തമ്മിൽ പരിചയം ഉണ്ടാവാൻ സാധ്യതയുണ്ടോയെന്ന്. അപ്പോൾ ഡോക്ടർ പറയും, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. 2 പേരുടെയും അമ്മമാരാണ് ഇവിടെ കൊണ്ടുവന്നിരുന്നത്, എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. ഹെസ് പറയും, ഇവർ 2 പേരും മരിച്ചുപോയി, ഇവരെ കണക്ട് ചെയ്യുന്ന കോമൺ ലിങ്ക് ഇപ്പോൾ നിങ്ങളാണ്. ഡോക്ടർ പറയും, എനിക്ക് മാഗ്നസിൻ്റെ അമ്മയെ കുറച്ചും കൂടി നന്നായിട്ട് അറിയാം. ഈ കുട്ടിയെ ഓട്ടിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ചില സമയത്ത് ട്രീറ്റ്മെൻറ്റിൽ വലിയ പ്രോഗ്രസ് വരാതിരിക്കുമ്പോൾ അവർക്ക് നല്ല വിഷമമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് അവർ വരാതായി. ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർക്കെതിരെ ആരോ സോഷ്യൽ സർവീസിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, മാഗ്നസിനെ നന്നായി നോക്കുന്നില്ലെന്നും പറഞ്ഞ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അവരങ്ങനെയൊന്നുമല്ല, വളരെ നല്ല സ്ത്രീയാണ്, വളരെ കാര്യമായിട്ടാണ് മാഗ്നസിനെ ഇവിടെ കൊണ്ടുവരണേന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് റോസയുടെ ഓഫീസാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പറയും, സീക്രട്ട് സർവീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ത്രെഡ് മെയിൽ അയച്ച ആൾ തന്നെയാണ് കാറിൽ മർഡർ എന്ന് എഴുതിയേക്കണത്. കാറ് പാർക്ക് ചെയ്തിരുന്നത് CCTV ക്യാമറ ഇല്ലാത്ത സ്ഥലത്താണ്. അപ്പോൾ അവരുടെ അഭിപ്രായം ഒരു ബോഡി ഗാർഡിനെ വയ്ക്കണമെന്നാണെന്ന്. അപ്പോൾ റോസ പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ഫാമിലിയെ അറിയിച്ചോളാം. അപ്പോഴാണ് ലിവ് പറയണത്, ഹോമിസൈഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് നിങ്ങളെ ഹസ്ബൻഡിനെയും കാണണമെന്ന് പറഞ്ഞു എന്ന്. ഇനി എന്തിനായിരിക്കും എന്നിങ്ങനെ റോസ ആലോചിക്കണം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് തുളിൻ്റെ ബോസ് റോസയോടും ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ്. ആനി എന്ന് പറഞ്ഞൊരു ലേഡിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ചെസ്റ്റ്നട്ട് മാൻ്റെ ഫിഗറും കൂടി കിട്ടി, അതിലും ക്രിസ്റ്റിൻ്റെ ഫിംഗർ പ്രിൻ്റ് ആണെന്ന് പറയും. ഇവർ 2 പേരും ഇത് ആശ്ചര്യത്തോടെ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ ബോസ് പറയുന്നുണ്ട്, നിങ്ങൾക്കെതിരെ ആരെങ്കിലും ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം, ഞങ്ങൾ എന്തായാലും അന്വേഷിക്കുന്നുണ്ട്.
റോസയുടെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, 2 പ്രാവശ്യവും ക്രിസ്റ്റീൻ്റെ ഫിംഗർ പ്രിന്റ് കിട്ടിയ സ്ഥിതിക്ക് അവൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടോയെന്ന്. അപ്പോൾ ബോസ് പറയും, ക്ഷമിക്കണം, അതിന് സാധ്യതയൊന്നുമില്ല. ഈ ഫിംഗർ പ്രിന്റ് ഒരുപാട് നാൾ നിൽക്കും. അപ്പം ഈ കില്ലറിന് എപ്പോഴെങ്കിലും അത് കിട്ടിയതായിരിക്കും. റോസയുടെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, 2 ലേഡീസും മരിച്ചു, അവിടെ നിന്ന് ക്രിസ്റ്റീൻ്റെ ഫിംഗർ പ്രിന്റ് ഉള്ളൊരു ഫിഗറും കിട്ടി. 2 പ്രാവശ്യം റോസ ചാർജ് എടുത്തതിന് ശേഷം ത്രെട്ടും വന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അത് കഴിഞ്ഞ് കാണിക്കുന്നത് റോസയുടെ ഹസ്ബൻഡ് വീട്ടിൽ ചെന്നിട്ട് ഈ ക്രിസ്റ്റീനെ കാണാതായ സമയത്തുണ്ടായിരുന്ന എല്ലാ ന്യൂസ് പേപ്പർ കട്ടിങ്സും അതുപോലെ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് എന്തോ ഒരു പ്രതീക്ഷ, ഇനി ക്രിസ്റ്റീൻ മരിച്ചിട്ടില്ലെങ്കിലോ. പിന്നെ കാണിക്കുന്നത് ഹെസ് സോഷ്യൽ സർവീസിൽ പോയിട്ട് ലോറയ്ക്കെതിരെയുള്ള റിപ്പോർട്ട് മേടിച്ച് തുളിനെ കാണിക്കുകയാണ്. അപ്പം അതിൽ പറയുന്നത്, കുട്ടിയെ മര്യാദയ്ക്ക് നോക്കണില്ല, കുട്ടിയെ വീട്ടിൽ ഉപദ്രവിക്കുന്നുണ്ട്, അതുകൊണ്ട് നിർബന്ധമായും കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റണം. ഹെസ് പറയാണ്, നമുക്ക് അവരുടെ വീട് വരെ ഒന്ന് പോയി നോക്കിയാലോ. അങ്ങനെ അവർ ലോറയുടെ വീട്ടിൽ ചെല്ലാണ്. അപ്പോൾ തുളിയും പറയും, ഞാൻ നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന്. ഹെസ് വീട് മുഴുവനും സെർച്ച് ചെയ്യണം. കുറച്ച് കഴിയുമ്പോഴേക്കും തുളിൻ വരും. എന്നിട്ട് പറയാണ്, ആർക്കും അവരെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഇവർ നല്ല ഹാപ്പി ഫാമിലി ആണെന്നാണ് എല്ലാവരും പറയണത്, അങ്ങനെ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ഹെസ് പറയും, മോളുടെ സ്കൂളിൽ ഫംഗ്ഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞ് തുളിനോട് പൊക്കോളാൻ പറയും, ഞാൻ ഇത് ഇവിടെ മുഴുവൻ നോക്കിയിട്ട് പൂട്ടിപ്പോയി. മാഗ്നസിന്റെ മുറി പരിശോധിക്കുമ്പോൾ അവൻ വരച്ച കുറച്ച് പടങ്ങൾ കാണാണ്. അതിലെല്ലാത്തിലും ഒരു വീടും അതിനോട് ചേർന്ന ഒരു ഗാരാജും ആയിരിക്കും. ഈ ഗാരാജിൻ്റെ അവിടെ ഇങ്ങനെ കുത്തി വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഹെസ്സിന് എന്തോ ഒരു സംശയം, വേഗം തന്നെ ഇവരുടെ ഗാരാജ് പോയി ചെക്ക് ചെയ്യാണ്. നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് താഴെ ഒരു ഗ്രില്ല് പോലെ കാണുന്നത്. അത് വലിച്ചു മാറ്റി നോക്കുമ്പോൾ താഴേക്ക് സ്റ്റെയറുകളുണ്ട്. ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ ഒരു ബെഡ്റൂം പോലത്തെ മുറി, ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു ക്യാമറയും ഉണ്ട്. ഹെസ് വേഗം തന്നെ ഫോണിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്യായിരിക്കും. പെട്ടെന്ന് ആരോ വന്ന് ഹെസ്സിനെ അടിച്ചിട്ടാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് മേളിലേക്ക് കയറിപ്പോകും. എന്നിട്ട് ഈ ബേസ്മെൻറ്റിൻ്റെ ഡോർ അടയ്ക്കാണ്. അപ്പോഴേക്കും തുളിയും വരും. ആൾ പോയിരുന്നെങ്കിലും വേഗം തന്നെ തിരിച്ചു വന്നിരുന്നു. തോക്ക് കാണിച്ചിട്ട് അയാളോട് തിരിഞ്ഞു നിൽക്കാൻ പറയും. നോക്കുമ്പോൾ അത് ലോറയുടെ പാർട്ട്ണർ ഹാൻസ് ആയിരിക്കും. അപ്പോൾ തുളിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യമെന്ന്. അപ്പോൾ താഴേന്ന് ഹെസിൻ്റെ ഒച്ച കേൾക്കാം. അയാളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അത് കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. അയാൾ തുളിനെ അടിച്ചിട്ടാണ്. ലാപ്ടോപ്പ് താഴെ വീണത് കാരണം അയാൾക്ക് അത് എടുക്കാൻ പറ്റില്ല. അയാൾ പക്ഷേ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.